സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. फिर भी एक फौर की एक सुबही वक्त प्रभु ने हमारे लिए प्रदान दिया। इसी कारण में हमारा यीशु मसीह को हम धन्यवाद देता हूं। ഈ ശുശ്രൂഷയിലൂടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ये सेवकाई के कारण मसीह की नाम की महिमा हो जाए। ഈ വചനം ശ്രദ്ധിക്കുന്നതായ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. और परमेश्वर की वचन की ओर कान लगाने वाले सभीयों को यीशु मसीह की नाम में हम स्वागत करता हूं। നാം തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പ്ലാനുകൾ, ദൈവത്തിന്റെ പദ്ധതികൾ എല്ലാ കാലത്തും ആക്രമിക്കപ്പെടുന്നു. और हम परमेश्वर के वचन की मनन करने के समय जानकारी यही है, हर समय परमेश्वर की वचन और उनका सखियों या दासी दासियों शत्रुओं ने उन्हें घेर लेते हैं। തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ശത്രുവിന്റെ ഒരു പരിപാടിയാണ്. और रुकावट डालना शैतान का एक इतिहास काम है। വളരെ പ്രതീക്ഷയോടുകൂടി ആദാമിനെ ആവുകയും ദൈവം സൃഷ്ടിച്ച് പർദീസയിൽ അവരെ ആക്കിയിരുന്നു. बहुत प्रतीक्षा के साथ ये दूधों को झुंड को परदीसा में ठहराया था। ആദാമിനെ ആവുകയും വഞ്ചിച്ചതിലൂടെ ദൈവിക പദ്ധതി തകർത്ത് കളയാമെന്ന് പിശാച് വിചാരിച്ചു. शैतान ने ये योजना बनाया, आदम और ईव को धोखा देने के कारण यहोवा परमेश्वर की योजना को ढांढ डाल सकते हैं, ये सोच विचार किया था। ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വീണ്ടെടുപ്പിന് വേണ്ടിയും പാപികളായ മനുഷ്യരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. जो पापी थे, अपराधी थे और गुनाह किया हुए ये लोगों को बचाने के लिए यीशु मसीह को पृथ्वी पर भेजा है। എന്നാൽ ഈ യേശു ക്രിസ്തുവിനെ അഥവാ രക്ഷകനായ യേശുവിനെ ശൈശവാവസ്ഥയിൽ തന്നെ ഉന്മൂലനാശം ചെയ്യുവാൻ തക്കവണ്ണം പിശാച് പ്ലാനുകൾ തയ്യാറാക്കി. ये यीशु मसीह की जन्म नन्हे मुन्ना बच्चे की अवस्था में उनको सताने के लिए शैतान योजना बनाया था। വലുതായ ഒരു യേശുവിനേക്കാൾ ശിശുവായ ഒരു യേശുവിനെ കൊല്ലുന്നത് എളുപ്പമെന്ന് പിശാച് വിചാരിച്ചു. शैतान ने यह योजना बनाया, एक बड़ा महान एक व्यक्ति को सताने की पहले अजाम और इसका नन्हे मुन्ने बच्चों को सताएगा, ये काम सफल बनेगा, ये बात शैतान ने योजना बनाया था। ആകാശത്തിൽ വിശേഷമായ ഒരു നക്ഷത്രത്തിൻ്റെതായ സാന്നിധ്യം കണ്ടപ്പോൾ വാനനിരീക്ഷകന്മാരായ വിദ്വാൻമാർ, പണ്ഡിതന്മാര് ആ നക്ഷത്രത്തെ ലക്ഷ്യമാക്കിയും അവർ യാത്ര ചെയ്തു. और आकाश की और वैज्ञानिकों ने समझो कि ये भारतीय एक व्यक्ति आकाश में एक तारा को देखा, उसको मालूम पड़ा है इसका पीछे कुछ काम है। അവർ നേരെ പോയത് ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിലാണ്. वो ही पहुंच है हेरोदा महाराजा की महल में। ഇവിടെ യഹൂദന്മാരെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ഹെരോദാവിനോട് ചോദിച്ചു. हेरोदा की और पूछताछ की, इस्राएलियों की भाषा राजा जन्मा है वो कहाँ है। ആ വാർത്ത കേട്ടപ്പോൾ ഹെരോദ രാജാവ് അതുപോലെ ഇസ്രായേലിലെ ജനങ്ങളും പരിഭ്രമിച്ചു. ये संदेश सुनने के कारण और भयचकित हो गया इस्राएलियों ने। ഹെരോദ രാജാവ് വിദ്വാൻമാരെ വിളിച്ചു വരുത്തുകയും അതിന്റെ അവർ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയവും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി അന്വേഷിക്കേണ്ടതിന് അവരെ ഏർപ്പാട് ചെയ്തു. और
राजा ने हेरोदा राजा ने वहां पर तंत्र मंत्र काम करने वाले और वैज्ञानिकों को बुलाकर ये व्यक्ति कहाँ पर जन्मा है इसके बारे में पूछताछ कर कर वापस आकर मुझे कहने ये बात दी है. വിദ്വാൻമാരെ ദൈവദൂതന്മാരെ ഗൈഡ് ചെയ്ത് അവർ ഈ ഹെരോദ രാജാവിന്റെ ആ കെണിയിൽ പെട്ടുപോകാതെ അവർ മറ്റൊരു വഴിയായി പോയി. ये वैज्ञानिकों को हेरोदा राजा की वश में गिरने के पहले स्वर्गदूतों ने आकर बात कर कर दूसरा रास्ता में उनको भेजने दिया. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് മനസ്സിലാക്കിയിട്ട് വളരെയധികം കോപിച്ചു. ये वैज्ञानिकों राजा को ठट्ठा उड़ाया ये बात सोच समझ कर राजा ने क्रोधित हो गया है. തനിക്ക് റൈവലായിട്ട് തന്റെ എതിരാളിയായിട്ട് ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അയാൾ പരിഭ്രമിച്ചു പോയി. ये राजा की बदले दूसरा एक राजा जन्म हो गया ये बात सुनने के कारण राजा ने क्रोधित हो गया. അതുകൊണ്ട് 2 വയസ്സിന് താഴെയുള്ളതായ എല്ലാ കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുന്നതിന് രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. इसी कारण में 2 वर्ष के नीचे कितने बालकों लड़कों वाले जन्म पाया सभी को खतरनाक नाश करने के लिए राजा हुकूमत दी है. അതിനെ തുടർന്ന് ദേശത്തെങ്ങും അമ്മമാരുടെ നിലവിളി ഉയർന്നു. ये मृत्यु के कारण माँ ने इतनी रोना पीठा में आया. യിരെമ്യാ പ്രവാചകൻ അത് അരുളി ചെയ്തിരുന്നത് ആ കാര്യം അന്ന് നിവൃത്തിയായി തീർന്നു. यिर्मयाह भविष्यवक्ताओं ने भविष्यवाणी दी ये बात यही मसीह की जन्म की समय में संपूर्ण हो गया है. അത് മുതൽ ഇന്ന് വരെയും ലോകത്തെങ്ങും നാം കാണുന്നത് ദൈവിക പദ്ധതികളെ ആക്രമിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതായ ഒരു പൈശാചിക തന്ത്രമാണ്. उस समय से लेकर आज तक और शैतान की योजना उनका काम कार्य मसीह में कोई किसी आएगा उनको सताना पीटना उनको निराशा में लाना उनका योजना है. ഈ ലോകത്ത് ആര് എന്ത് തീവ്രവാദം പ്രസംഗിച്ചാലും പ്രശ്നമില്ല, മറിച്ച് ഈ സമാധാനത്തിന്റെ സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ എതിരാളികൾ എഴുന്നേൽക്കുന്നു. आज के दिनों में हम देखते हैं दुनिया में कोई कुछ भी काम कार्य हो कोई आंदोलन की कुछ कार्य प्रचार करो कोई प्रश्न नहीं. शांति का धारा मसीह का बारे में घोषणा देगा तो वहां पर आंदोलन चला देते हैं. നൈജീരിയയിലൊക്കെ ആയിരക്കണക്കിന് ദൈവമക്കളെ അവർ കൂട്ടക്കുരു ചെയ്തുകൊണ്ടേയിരിക്കുന്നു. नाइजीरिया में हजारों यीशु मसीह का नाम लिए हुए व्यक्तियों को सताते हैं. അനേക രാജ്യങ്ങൾ അതത്രേ നമ്മൾ കണ്ടുവരുന്നത്. और विभिन्न राज्यों में भी ये बात हम देखते हैं. കാരണം ദൈവമക്കൾ കടന്നു ചെല്ലുന്നിടത്തെല്ലാം ഇരുട്ട് മാറുകയും വെളിച്ചം അവിടെ പകരപ്പെടുകയും ചെയ്യുന്നു. मसीह की लोग जिन पर आते हैं वहां पर अंधेरा निकल जाते हैं रोशनी फैला जाता है. അതുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികൾ അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നതായ പൈശാചിക ശക്തികൾ ദൈവരാജ്യത്തിന് എതിരായിട്ട് എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. इसी कारण में शैतानिक काम कार्य आज के दिनों में भी चल रहा है. मसीह का नाम बुझा देते हैं. അതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ആത്മീയമായിട്ട് വളർന്നേ മതിയാകൂ. इसी कारण में मसीह का नाम लिए हुए सभी लोग आत्मिक जागृति में आना आवश्यकता है.
പ്രതികൂലമായ സാഹചര്യങ്ങളെ അവർക്ക് നേരിടേണ്ടി വരും എങ്കിലും ഒരുപക്ഷെ പ്രാണൻ പോലും അപകടത്തിലാകുന്നതായ സന്ദർഭങ്ങളിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം ധീരതയോടുകൂടി ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം ആത്മീയ വളർച്ച നമുക്ക് ആവശ്യമായിരിക്കുന്നു. आज सुबह ही वक्त यही संदेश देता है, हमारा मसीह की प्रचार देते हैं, कई प्रकार की क्लेश शोक वेदना भोगना पड़ते हैं, तो भी हम विश्वास में अटल रहे, स्थिर रहे, पकड़ते रहे. ആത്മീയരായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ സാഹചര്യങ്ങളെ കണ്ടിട്ട് അവർ ഭാരപ്പെടുകയില്ല. और मसीह में इतने सिर निर्णय में रहेगा तो आजू बाजू की या कुछ प्रश्न आते हैं उसमें थक जाएगा है नहीं. ആത്മീയരല്ലാത്തതായ ദൈവമക്കളെയും നമുക്ക് കാണുവാൻ കഴിയും. अनात्मीय लोगों को भी हम देखते हैं. ആത്മീയരായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെയായിരുന്നാലും യേശുവിനെ സാക്ഷീകരിക്കും. लोग विश्वासी गण सच्चे ईसाई की नाम लिए हुए लोग जितना भी हो, कोई आंदोलन या शैतान की जुल्म आएगा तो भी सिर पकड़ के रहते हैं. കേരളത്തെ കുറിച്ച് പൊതുവെ പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. और केरला के बारे में यही इतिहास है. और यहोवा परमेश्वर की अपने स्वदेश है. ബോംഗെ എന്ന ദൈവദാസൻ പറയുന്നത് കേരളം എന്ന് പറയുന്നത് പ്രസംഗകരുടേതായ സുവിശേഷ പ്രസംഗകരുടേതായ പരദീസ എന്നാണ്. ये महान व्यक्ति ने यही बात दी. केरला है सुसमाचार की घोषणा की परदीसा है. കേരളത്തിൽ നിന്നുള്ളതായ അനേകം ദേവദാസന്മാരും യുവജനങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ളതായ പ്രവർത്തികളിൽ ജോലി സംബന്ധമായ മറ്റൊക്കെ കടന്നുപോയിരിക്കുന്നു. केरला से युवा जवान जवानियों ने अन्य अन्य राज्यों में संस्थानों में जाकर सुसमाचार की घोषणा की ഭാഗി ഹോ ജാതേ ഹൈ. ആത്മചൈതന്യം പ്രാപിച്ചതായ ഈ ദൈവമക്കൾക്ക് അവിടെ വെറുതെ ഇരിക്കുവാൻ കഴിയില്ല. അവരുടെ നാവിലൂടെ എപ്പോഴും വരുന്നത് ദൈവവചനവും സാക്ഷ്യവുമായിരിക്കും. जन्म पाए हुए परमेश्वर की लोग चुपचाप बैठ नहीं सकते हैं. जागृति में वचन की घोषणा गीत के द्वारा गाते करते रहते हैं. അവർ പോയിരിക്കുന്ന സുവിശേഷത്തിന്റെ ദീപശിഖയുമായിട്ടത്രേ. वो इन्हें अन्य राज्यों में जाते हैं और मशाल सेवकाई की सुसमाचार की मशाल लेकर उन्होंने जाते हैं. ഈ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. यही मसीह की लोगों की प्रति मैं मसीह को धन्यवाद देता हूँ. ആത്മീയരായിട്ടുള്ളതായ മക്കളെ സംബന്ധിച്ചിടത്തോളം പൈശാചികമായ എതിർപ്പുകളും പ്രതികൂലങ്ങളും വന്നാലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ജീവൻ തന്നെ അപകടത്തിലാണെങ്കിലും അവർ അവരുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. आत्मिक जागृति मसीह की वश में रहने वाले कोई कुछ भी प्रश्न आंदोलन आएगा तो भी अपना विश्वास सिर पकड़ते हुए मसीह के लिए सेवकाई में आगे बढ़ते हैं. ആത്മീയരായ ദൈവമക്കൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുക എന്നുള്ളത്. आत्मिक लोगों को यही वचन है. कुछ ना कुछ कष्ट शोक भोगेगा तो लोगों को मसीह में लाने के लिए प्रयत्न करते हैं. എന്നാൽ ഇന്നത്തെ സഭയെ നാം പഠിക്കുകയാണെങ്കിൽ വളരെയധികം ആളുകള് നാമധേയ ക്രിസ്ത്യാനികളായിട്ട് അത്രേ അവിടെ ജീവിക്കുന്നത്. आजकल के ईसाई नाम लिए हुए लोगों का बारे में पढ़ेगा तो यही वचन है और केवल नामधारी नाम लेकर जाते हैं. അവിശ്വാസികളായ ക്രിസ്ത്യാനികളെ കൊണ്ട് സഭ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയും.
अविश्वासी गणों में मंडली भर गई है. എന്തോ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് അവർ ഇങ്ങനെ സഭാരാധനകൾ സംബന്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. परंपरा की पीढ़ी होकर सभा आराधना में शामिल होते हैं, केवल इतना देखते हैं. ആത്മീയമായി വളർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവന് ജീവിതത്തിലെ പാപത്തിൻ്റെതായ ഇമ്പങ്ങളെയും ലോകത്തിൻ്റെതായ ആകർഷകത്വത്തിൽ നിന്നൊക്കെയും മാറി നിൽക്കേണ്ടി വരും, വേറിട്ട് നിൽക്കേണ്ടി വരും. आत्मिक विश्वासी, मसीह में विश्वास अटल रहने वाले कई प्रकार की क्लेश शोक भोगना पड़ते हैं और शैतान की जुल्म से अलग रहते हैं. അതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്നതായ നല്ലൊരു വിഭാഗം ആളുകൾ അന്ത്യനാളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏതുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നുള്ളതായ ഒരു ശബ്ദം അവർക്ക് കേൾക്കേണ്ടി വരും. और मसीह में रहित होने वाले मसीह की आगमन में वो ही कहेंगे, हे मसीह मुझे तूने क्यों त्याग किया, ये बात पूछताछ करते हैं. അവർ നിർഭാഗ്യവാന്മാരത്രേ. നിർഭാഗ്യവാൻ होता है. കേരളത്തിൽ സർക്കാർ ലോട്ടറികൾ സംഘടിപ്പിക്കാറുണ്ട്, ഭാഗ്യക്കുറികൾ. और भाग्यशाली को देखने वाले, टिकट भेजने वाले, लेने वाले केरला में ऐसी एक प्रकार की विधि होता है. നറുക്കെടുപ്പിൽ വിജയിക്കുന്ന വ്യക്തിയെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയും. और करोड़ों रुपया और मिला है वो लोगों को भाग्यशाली नाम देते हैं. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരത്രേ ഭാഗ്യവാന്മാരെന്ന്. धर्मशास्त्र हमें यही सिखाता है. और मसीह की खोज में रहे, वश में है, वो ही है भाग्यशाली. കർത്താവ് മത്തായിയുടെ സുവിശേഷം 7:24 मत्ती की सुसमाचार 7वां अध्याय 27वां पद 23 മുതൽ വായിക്കുന്നു. और 33 का पद से लेकर, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. तब मैं उनसे खुलकर कह दूंगा, मैंने तुम्हें को कभी नहीं जाना, हे कुकर्म करने वालों, मेरे पास से चले जाओ. രണ്ട് തരത്തിലുള്ളതായ വ്യക്തികളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മണലിന്മേൽ വീട് പണിതവരും അല്ലാതെ പാറമേൽ വീട് പണിതവരും. दो तरीके लोगों के बारे में यहाँ पर बताया गया है. एक भवन बनाने वाले चट्टान पर, दूसरा है रेती के ऊपर भवन बनाया वाला. അത് പാറമേൽ വീട് പണിയുന്നവർ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരും അത്രേ. ये चट्टान पर भवन बनाए वाले बुद्धिमान है. ये मसीह में विश्वास रखने वाले के बारे में. പാറമേൽ വീട് പണിയണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. चट्टान पर घर बनाना थोड़ा कष्ट होता है. അത് കെട്ടിടത്തിന് എത്രമാത്രം ഉയരമുണ്ടോ അത്രയും ഭൂമിക്ക് അടിയിലേക്ക് അത് എക്സ്കവേറ്റ് ചെയ്ത് മണ്ണ് മാറ്റേണ്ടി വരും. और घर की ऊंचाई कितने होते हैं, इसके आधार पर भूमि खोदकर उसका नेव डालना उचित होता है. അത് വളരെ ചെലവേറിയതാണ്. बहुत कीमत देना पड़ता है. അതുപോലെ അങ്ങനെ പാറമേൽ വീട് പണിയുന്നവന് അത്രമാത്രം ചെലവ് കൂടുതലാണെങ്കിൽ വളരെയധികം ത്യാഗത്തോടു കൂടി മാത്രമേ നമുക്ക് പാറമേൽ വീട് പണിയുവാൻ കഴിയുള്ളൂ. चट्टान पर घर बनाने वालों को खर्चा ज्यादा होवे तो, लेकिन उनका बैठाई सिर रहेंगे. എന്നാൽ മണലിന്മേൽ പണിയുന്നവനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പം വീട് പണിയും.
रेती के ऊपर चटा घर बनाने वालों അത് शीघ्र बना सकता है. എന്നാൽ ഈ രണ്ടു തരം വീടുകളും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. दो तरीका घर देखेगा तो एक ही समानता में है. ആ വീടിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മഴ പെയ്യുമ്പോഴും ജലപ്രളയം ഉണ്ടാകുമ്പോഴും കൊടുങ്കാറ്റടിക്കുമ്പോഴും അത്രേ. वो घर की गहराई जो कैसे होता है ये मालूम पड़ता है. मेघ बरसा और बांधे आई और आंधियों चली और उस घर की गहराई. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. मत्ती की सुसमाचार 7वां अध्याय 25वां पद में लिखा है, और मेघ बरसा और बड़े बांधे आई और आंधियां चली और उस घर टकराई, फिर भी वह नहीं गिरा क्योंकि उसकी नींव चट्टान पर डाली गई थी. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പരീക്ഷകൾ നേരിടുമ്പോൾ പല ക്രിസ്ത്യാനികൾക്കും അതിനെ അഭിമുഖീകരിക്കുവാൻ കഴിയില്ല. कई प्रकार की आंदोलन आते हैं, प्रश्न आता है, तब यीशु मसीह के नाम लिए हुए कई लोगों को इसका आमना सामना करने के लिए कष्ट हो जाते हैं. എന്നാൽ നമ്മിൽ പലരും പറയാറുള്ളത്, എനിക്ക് ഇങ്ങനെയുള്ളതായ പ്രതികൂലങ്ങളും പരിശോധനകളും പരീക്ഷകളും ഒന്നും രോഗങ്ങളും ഒന്നും വരികയില്ല എന്ന്. वो नाम में यीशु मसीह का नाम लिए हुए लोगों ने ऐसे कहते हैं. आजकल दिनों में हमारा जीवन में ऐसा कोई कुछ प्रश्न आएगा नहीं, आता नहीं. അപ്പോ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണോ രാവിലെ വന്നിരിക്കുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും. और सुबह के वक्त ऐसे प्रकार के वचन सुनने के लिए हम आपकी ओर आया है, ये सोच विचार करते हैं. എന്നാൽ നാം വചനത്തിൽ വായിക്കുന്നത്, കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ, അതുപോലെ ജലപ്രളയം ഉണ്ടായപ്പോൾ, അത് മണലിന്മേൽ പണിത വീടിന്മേലും പാറമേൽ പണിതായ വീടിന്മേലും അത് ഒരുപോലെ അതിന്റെ ആഘാതമുണ്ടായി. बड़ा आधी तूफान बरसात बरसाते हैं और चट्टान पर बनाया हुआ घर, रेती के ऊपर बनाया हुआ घर, दोनों का स्थिति दो प्रकार की होता है. അതുകൊണ്ട് ദൈവമക്കൾക്ക് പരിശോധനകൾ വരികയില്ല, പരീക്ഷകൾ വരികയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. इसे कारण में मसीह के लोगों को परीक्षा नहीं होता है, ऐसा विश्वास करेगा तो ये गलत शिक्षा है. എന്നാൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ അത് കുലുക്കമില്ലാതെ, കുലുങ്ങിപ്പോകാതെ നിൽക്കുവാൻ, അത് സ്റ്റേബിളായിട്ട് നിൽക്കുവാൻ കഴിയുന്നത് പാറമേൽ വീട് പണിതതായ വിശ്വാസികൾക്ക് മാത്രമാണ്. क्योंकि आधे तूफान आता है, उसके नींव चट्टान पर डाली गई थी तो हिलने का कोई कारण नहीं होता है. കഴിക്കുന്നതിന് ഭൗതിക ശരീരത്തിന് ആവശ്യമായിരിക്കുന്നതായ ഭക്ഷണം നാം കൊടുക്കാറുണ്ട്. हमारा शरीर को तंदुरुस्ती मिलने के लिए आवश्यकता के आधार पर हम भोजन खाते हैं. നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്നത് അത്രേ ദൈവവചനം. आत्मिक उन्नति के लिए, बढ़ने के लिए और एक खुराक, एक आहार है परमेश्वर की वचन. നിരന്തരം ദൈവവചനം കേൾക്കുകയും അതുപോലെ അത് മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുവാൻ നാം തയ്യാറാകുന്നില്ല എങ്കിൽ അവിടെ ആത്മീയമായിട്ടുള്ളതായ ഒരു ഒരു തളർച്ച, ഒരു ക്ഷീണം അത്രേ നമുക്കുണ്ടാകുന്നത്. निरंतर निरंतर वचन पढ़ने के लिए समय हम नहीं लेता है तो हम थक जाते हैं. അവിടെ ആത്മീയമായ വളർച്ചയ്ക്ക് പകരം ആത്മീയമായിട്ടുള്ളതായ ഒരു താഴ്ച എത്ര ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. आत्मिक उन्नति के बदले हम आत्मिक जागृति से नीचे हो जाते हैं.
അപ്പോൾ നിരന്തരം വചനം കേൾക്കുന്നതായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല എങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് ശിശുക്കളെ പോലെ ഇരിക്കത്തുള്ളൂ. और दिनम भर धर्मशास्त्र मनन करना, पढ़ना, सीखना नहीं है तो हमारा विश्वास जीवन में हम ठल जाते हैं. സഖ്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. जगाई के बारे में हम देखेगा तो यीशु मसीह के बारे में सुना था. അവൻ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഒരു അവസരം കാത്തിരുന്നവനത്രേ. और यीशु मसीह की चेहरे देखने के लिए बहुत जागते रहता था वो. താൻ ഉന്നത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിലും യേശുവിനെ ഒന്ന് കാണുവാൻ തക്കവണ്ണം വളരെയധികം കഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം. और इतने बड़े शीर्ष में काम करने वाले एक व्यक्ति थे, फिर भी मसीह को सामने देखने के लिए बहुत आग्रह किए हुए व्यक्ति थे. അവൻ റിപ്പന്റ് ചെയ്യുകയും അത് തന്റെ പാപങ്ങൾ ഏറ്റുപറയുകയും അതിന് കോമ്പൻസേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം അവന് തയ്യാറാവുകയും ചെയ്തു. मसीह को मिलने के समय उनका गलती को अपनाया, ग्रहण किया, मसीह का सामने बताया, जिंदगी बदलने के लिए उन्होंने आग्रह किया है. നാം വചനം കേട്ട് അങ്ങനെ ഇരിക്കുവാനല്ല, മറിച്ച് നാം സക്കായിയെ പോലെ നമ്മുടെ സ്ഥിതിയിൽ നിന്നും നാം അത് എഴുന്നേറ്റ് മൂവ് ചെയ്യാൻ തയ്യാറാവണം. और वचन सुनते सुनते बैठने के लिए नहीं, वचन सुनने के कारण बैठा वहां पर से उठने के लिए ബൈബിൾ സുന്ന ആവശ്യകത है. പറമേൽ പണിതതായ വീട് എന്ന് പറയുമ്പോൾ അത്തരം വ്യക്തികൾ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. चट्टान पर नहीं बनाना हुआ जो घर हमारा यीशु मसीह चट्टान है, वो मसीह में नेम डाले हुए व्यक्ति होता है. അപ്പോ കൊടുങ്കാറ്റടിക്കുമ്പോൾ മണലിന്മേൽ പണിതതായ വീട് തകർന്ന് വീഴുന്നത് നമുക്ക് കാണുവാൻ കഴിയും. आधी तूफान आते हैं, जो रेती में बनाया हुआ वो घर गिर जाते हैं. ഇവിടെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് അന്ത്യ ന്യായവിധിയെ കുറിച്ച് സൂചിപ്പിക്കുന്നു. आधी तूफान अंत्य समय में न्याय के विस्तार में ठहरते हैं, उसको दर्शाते हैं. ന്യായാധിപനായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒന്നും പറയുവാൻ കഴിയത്തില്ല. യേശു പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. न्याय करने वाले मसीह के सामने खड़ा रुकने के समय मसीह ने उन्हें बताता है, तू कौन है, कहां से आया है, ये मुझे को तुम्हारे बारे में कोई पता नहीं होता है. കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ എന്തുകൊണ്ട് കർത്താവേ എന്ന് പറയുന്നു? मसीह ने पूछताछ करते हैं, तू क्यों मसीह 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 नाम दिया देता है. ഞാൻ പറയുന്നത്, ഞാൻ പഠിപ്പിച്ചത് ഒന്നും നിങ്ങൾ അനുസരിക്കുന്നില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എന്നെ കർത്താവ് എന്ന് വിളിക്കുവാൻ കഴിയും? मैं मसीह कहते हैं, मैं तुम्हें जितना सिखाया वो पढ़ता नहीं है, अपनाता नहीं है, ये वाले तुम क्यों मसीह है कह सकते हैं. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, യേശുവിന്റെ നാമം വൃഥാ എടുക്കുന്നതായ വ്യക്തികളാണ് ഇവര്. और यीशु के नाम दुर्बलता करते हैं. അതെ, യേശുവിനെ അറിയാം, യേശുവിന്റെ നാമത്തിൽ പലതും ചെയ്യുന്നുണ്ട്, ഞാൻ യേശുവിന്റെ ആളാണ് എന്നൊക്കെ അവര് അഭിമാനിക്കുന്നുവെങ്കിലും യേശുവുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. और इन्हें अभिमान की मान्यता में जाते हैं, हम यीशु का नाम लेते हैं, यीशु है, हमारे लिए काम किया, आश्चर्य किया कहकर उन्होंने घमंड कर जाने वाले होते हैं. ആത്മനിറവോടുകൂടി ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്നവര് പൈശാചിക ലോകത്തിന് ഒരു വെല്ലുവിളിയാണ്. जागृति में आत्मा पाते हुए जाने वालों को जीता है,
और शैतान को घेर लेने की सामर्थ्य पाते हैं। നിരവധി സഭകളിലും അനേകം വ്യക്തികൾക്ക് ശരിയായ രീതിയിൽ വചനം പഠിപ്പിക്കുന്നതിന് അവർ തയ്യാറാകുന്നില്ല. അത് നിമിത്തം അവർ പരാജയപ്പെട്ട ജീവിതം അത്ര നയിക്കുന്നത്. बहुत सारे मंडलियों में शिक्षा देते हैं, मसीह का सच्चाई की वचन सिखाता नहीं, इसी कारण में उन्होंने गिर जाते हैं। പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും കൃപാവരങ്ങളും ഒക്കെ പണ്ടേ നിന്നുപോയി എന്നത്രേ അവരുടെ കണ്ടുപിടുത്തം. मंडलियों में ये चेतावनी रहता है, पवित्र आत्मा का काम, वरदानों की काम पहले शताब्दी में बंद हो गया, रुक गया है। അത് മാത്രമല്ല, അവരെ മതപാഠശാലകളിൽ പഠിപ്പിക്കുന്നത് എന്താണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെയും പറഞ്ഞിരിക്കുന്നതായ സൃഷ്ടിയുടെ വർണ്ണനകളൊക്കെയും വെറും ഭാവനകൾ ആണ് എന്നത്രേ. और पंडितों ने अपने पाठशालाओं में सिखाते हैं, उत्पत्ति नबी की पुस्तक लिखा है, उसको मनभावनी में लिखा गया हुआ है। അതുകൊണ്ട് ഉള്ള വിശ്വാസം കൂടി ചോർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. इसी कारण में विश्वासी गणों का कितने विश्वास है वो भी बह जाते हैं। വാസ്തവമായി നമുക്ക് ക്രിസ്തുവുമായിട്ട് ഒരു ആത്മീയമായ ബന്ധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. वास्तविक तौर पर सच्चाई में मसीह का साथ मिलजुलना आवश्यकता है। പുറമേ അവർ പിന്നെ ദൈവമക്കളെന്ന് തോന്നിക്കും, വാസ്തവത്തില് അവർ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവൻ പ്രാപിച്ചിട്ടില്ല. बाहर देखेगा तो ईसाई नाम लेते हैं, लेकिन आंतरिक तौर पर कुछ फेर फर्क नहीं पड़ते हैं। ഇവിടെ കേൾവിക്കാരായിരിക്കുന്നതായ നമ്മുടെ ജീവിതങ്ങൾ പരിശോധിക്കും, നിരവധി ശോധനകളിലൂടെയും പരീക്ഷകളിലൂടെയും കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിച്ചവരത്രേ. मेरे शब्द सुनने के लिए प्लेटफॉर्म में आए हुए विश्वासी गणों कई प्रकार की आंदोलन में शैतान की खाबों में गिरे हुए, उसमें से विजय पाकर आए हुए लोग इसी में बढ़ रहा है। പല പ്രാവശ്യം വീണവരാണെങ്കിലും, അതെ, തകർച്ചകൾ നേരിട്ടവരാണെങ്കിലും, ദുരന്തങ്ങൾ കണ്ടവരാണെങ്കിലും ഇന്നും കർത്താവ് നമ്മെ വീഴാതെ വണ്ണം നിർത്തിയിരിക്കുന്നു. बहुत सारे गिरावट में गिरा और शैतान की वश में कई प्रकार की नुकसान पाए हुए लोग हैं, तो भी मसीह में रहने वालों को जीने का और खड़ा होने का अधिकार प्रभु दिया देता है। നമ്മൾ പാറമേൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്നതായ ആത്മീയ ഗൃഹമായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हमारा काम चट्टान पर बनाया हुआ एक घर की न्याय होता है, इसी कारण में मैं मसीह को धन्य कहते हैं। നിങ്ങൾ പറയുന്നത് യേശു എന്താണ് വഴിയാകുന്നു എന്ന് അവകാശപ്പെടുന്നു, എങ്കിലും ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നില്ല. हमने कहते हैं सच्चे सीधा रास्ता पर जाते हैं, कहने में है, लेकिन रास्ता अच्छे सीधा रास्ता में जाता नहीं है। അതെ, മണലിന്മേൽ പണിതായ വ്യക്തികൾ പറയുന്നത് എന്താണ്, യേശു ജീവനാണ് എന്ന് പറയുന്നു, എങ്കിലും ആ ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നില്ല. वो रेती के ऊपर तराई में सब घर बनाने वाले की न्याय विश्वासी गणे जाते हैं, लेकिन यीशु मसीह की अनुग्रह अपनाता नहीं, घोषणा नहीं करते हैं। അത് മണലിന്മേൽ വീട് പണിതതായ വ്യക്തികൾ ഇങ്ങനെ പറയും, അവരും പറയും യേശു കർത്താവ് എന്ന്, എന്നാൽ അവർ യേശുവിനെ അനുസരിക്കുന്നില്ല, യേശുവിന്റെ വചനം അനുസരിക്കുന്നില്ല. और ऐसे मिट्टी का ऊपर भवन बनाया वाले सच्चाई मसीह को अंगीकार नहीं करते हैं, स्वीकार नहीं करते हैं, अपने आप की जीवन में जो कुछ किया है सही है कहकर जीवन बिताते हैं। മണലിന്മേൽ വീട് പണിതതായ വിശ്വാസികൾ ഇങ്ങനെ പറയും, യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്ന്, എന്നാൽ ഈ അപ്പം അവർ ഭക്ഷിക്കുന്നില്ല. और मिट्टी पर बनाया हुआ घर वाले की न्याय रहते हैं, यीशु मसीह स्वर्ग से
उतरा हुआ जीवन की रोटी है, लेकिन ये जीवन की रोटी उन्होंने खाता नहीं है। യേശു സത്യമാകുന്നു ഇവർ പറയും, പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നില്ല. यीशु सच्चाई है कहते हैं, लेकिन वो सच्चाई पर विश्वास नहीं रखते हैं। മേൽ വീട് പണിതതായ വിശ്വാസികൾ ഇങ്ങനെ പറയും, യേശു കർത്താവാണ് എന്ന്. എന്നാൽ യേശുവിനെ അവർ സേവിക്കുന്നില്ല. ये मिट्टी के ऊपर भवन बनाने वाले ये विश्वासी गणों ने यीशु की सामर्थ्य शक्ति को जांच लेता नहीं है। യേശു ക്രിസ്തുവിന്റെ സഭയിൽ നല്ലൊരു വിഭാഗം വ്യക്തികളും അവര് ശൂന്യമായുള്ള അർത്ഥശൂന്യമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. यीशु मसीह की मंडली में जो लोग होता है, कई लोग ओठों से मसीह का नाम लेते हैं, लेकिन अंधकरण में कोई कुछ फेर वर्ग नहीं होता है। ശൂന്യമായ ഹൃദയങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്രേ ശൂന്യമായിട്ടുള്ളതായ വാക്കുകൾ. ऐसा शून्य हृदय से आते हैं जो बात शून्य होता है। അപ്പോ ഈ അവരുടേതായ ഇങ്ങനെയുള്ളതായ അവകാശവാദങ്ങളുടെ പിന്നിലുള്ളത് അവർക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമില്ല, അനുഭവവുമില്ല. അതുകൊണ്ടത്രേ ऐसे विराट आए हुए लोगों को मसीह के बारे में कोई कुछ संबंध नहीं होता है। അപ്പോ അത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം. ഈ രണ്ട് വീടുകളും രണ്ടു തരം വിശ്വാസികളും കാണുമ്പോൾ കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. ये दोनों विश्वास करने वाले, इसका मतलब यीशु में सच्चाई विश्वास करने वाला, नाम में विश्वास करने वाला, दोनों में एक ही तरीका है, लेकिन विश्वास में फर्क होता है। നമ്മുടെ ഭാവനയിൽ ഈ രണ്ട് വീടുകളെയും കാണുക, പാറമേൽ പണിത വീടും മണലിന്മേൽ പണിത വീടും. हम दोनों भावना रखे, संकल्प करे और दोनों घर की नहीं, हमारा जिंदगी की विश्वास थोड़ा तुलनात्मक करे. നമുക്ക് ഭൂമിയുടെ മുകളിലുള്ള ഭാഗങ്ങൾ മാത്രമേ കാണുവാൻ കഴിയുള്ളൂ. ഭൂമിക്ക് അടിയിലുള്ളതായ കാര്യങ്ങൾ നമുക്കറിയത്തില്ല. भूमि के ऊपर जितने भाग देखते हैं, इतने भाग को देख सकते हैं, लेकिन भूमि का नीचे क्या हाल है कोई किसी ने देखता नहीं है. ഈ രണ്ട് വീടുകളുടെയും കാണാൻ കഴിയാത്തതായ മറഞ്ഞിരിക്കുന്ന ഭാഗത്തെ എത്ര ഫൗണ്ടേഷൻ, അടിസ്ഥാനം എന്ന് പറയുന്നത്. और दोनों घर की आंख से देख नहीं सकते हैं, ये भाग है, नेव है, ऐसे नाम दिया गया है. ആ രണ്ട് വീടുകളുടെയും ചുവരുകൾ നമുക്ക് കാണുവാൻ കഴിയും, അതിന്റെ മുകൾ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും, ഡോറുകൾ കാണുവാൻ കഴിയും, ജനലുകൾ കാണുവാൻ കഴിയും, ഇതൊക്കെ കാണാം. പക്ഷെ ഇതിന്റെ അടിയിലുള്ളതായ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും, അതാണ് ഫൗണ്ടേഷൻ. ये भूमि के ऊपर दोनों घर की दरवाजा या खिड़की, जो इसका अंदर क्या होता है सब कुछ देख सकते हैं, लेकिन भूमि का नीचे नेव डाला वो कोई किसी को देख नहीं सकते हैं. ഈ രണ്ടു തരം വീടുകളുടെയും വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ കൊടുങ്കാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ജലപ്രളയം ഉണ്ടാകുമ്പോൾ മാത്രമേ അറിയുവാൻ പറ്റത്തുള്ളൂ. ये दो मकान बनाया, ये दो मकान की हाल क्या था जानने के लिए आधे तूफान बरसात बसना चाहिए, तब मालूम पड़ेगा. ഒരു വിശ്വാസി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴത്രയും അവന്റെ സത്യം നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. एक विश्वासी की विश्वास जीवन में कोई परीक्षा आता है, तब मालूम पड़ेगा उनका नेम कैसा डाला है. അതെ, പാറമേൽ പണിത വീടിനും അല്ലെങ്കിൽ മണൽമേൽ പണിത വീടിനും രണ്ടു തരം വിശ്വാസികൾക്കും ഒരേ തരത്തിലുള്ളതായ പരീക്ഷകളെ എത്ര അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ये माले में मिट्टी में बनाया हुआ घर या चट्टान पर बनाया हुआ घर, जांचने के लिए एक ही रास्ता है, परीक्षा में कैसा विजय पाता है, हारता है, ये वाजन. നമ്മൾ നടുന്നതായ എന്താണ് ഗോതമ്പും അതുപോലെ അതിന്റെ കൂടെ വളരുന്നതായ കളകളെയും നമുക്കറിയാം. और किसान ने खेती करने के लिए जाते हैं, गेहूं बोया जाता है और
गेहूं कैसा है, उसका गलत गेहूं की छड़ी कैसा होता है, पकने के बारे में मालूम पड़ते हैं। സഭകളിൽ ഈ രണ്ട് തരത്തിലുള്ളതായ വിശ്വാസികൾ ഉള്ളത് കൊണ്ട് ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്കറിയാൻ വയ്യ. दो तरह का विश्वासीगण मंडली में है, इसी कारण में सच्चाई मसीह की लोग कौन है, असत्य मसीह के लोग कौन है, आज के दिनों में परख नहीं सकते हैं। എല്ലാവരും പാട്ടുപാടും, എല്ലാവരും പിന്നെ കൃത്യമായി പള്ളിയിൽ പോകും, മാമോദീസ എടുക്കും, അതുപോലെ തിരുവത്താഴവും കൈക്കൊള്ളും. सभी लोग जाते हैं, मंडली में जाते हैं और बपतिस्मा लेते हैं और प्रभु भोजन लेते हैं, सब कुछ वहां के काम कार्यों में सरल रहेगा। അവർ പുറമേയും എന്താണ് ക്രിസ്ത്യാനികളും അകമേയും പൊള്ളയായിട്ടുള്ളതായ ഒരു അനുഭവവും അത്രേ. बाहर तौर पर देखेगा तो ईसाई का नाम लिया है, लेकिन आंतरिक तौर पर वो गुफा है। എന്നാൽ മണലിന്മേൽ പണിതിരിക്കുന്നതായ വീട്, അത്തരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവവചനത്തോട് ഒരു താല്പര്യമില്ല, ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ അവർ തയ്യാറുമല്ല. बाले में या मिट्टी पर बनाए हुए लोग विश्वास है, वो लोगों को मसीह की वचन के साथ कोई संबंध नहीं होते हैं। എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും ഉപവസിക്കുന്നുണ്ട്, എല്ലാവരും പണം കൊടുക്കുന്നുണ്ട്, സഭയുടേതായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. सभी लोग सारे लोग दानार्पण करते हैं, देते हैं, प्रार्थना करते हैं, मामूली सारे बात समझाते हैं, सिखाते हैं, सही है। എന്നാൽ അവരുടെ രഹസ്യ ജീവിതങ്ങളെ കർത്താവ് ദൂരവേ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. लेकिन उनका चुपचाप में, उनका घर में, उनका जीवन में होते ही हाल दूर से खड़ा होकर देखते हैं। എന്നാൽ ഒരു നാൾ കർത്താവായ യേശുവിന്റെ മുമ്പിൽ, അത് ന്യായാധിപനായ യേശുവിന്റെ മുമ്പിൽ നാം നിൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഉള്ള അവസ്ഥകൾ അവിടെ വെളിപ്പെട്ടു വരും. सही है, बात बोला सही है, लेकिन एक दिन न्यायीश और हमारा यीशु मसीह आते हैं, उनका सामने खड़ा होने का समय हमारे लिए बाकी है। യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം यूहन्ना की सुसमाचार 8वां अध्याय में दिया है, 31-ാം വാക്യം. 31वां पद में, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. तब यीशु ने उन यहूदियों से जिन्होंने उस पर विश्वास किया था कहा, यदि तुम मेरे वचन में बने रहोगे तो सचमुच मेरे चेलों ठहरोगे। तीतुस की पुस्तक में അതില് 1:16 तीतुस की पुस्तक है, पहले अध्याय 16वां पद। എടുത്തവർക്ക് വായിക്കാം. जिनको मिला है वो पढ़े थोड़ा। तीतुस की पुस्तक है, पहले अध्याय 16वां पद। यहां पर दिया है 16वां पद में, वे कहते हैं कि हम परमेश्वर को जानते हैं पर अपने कामों से उसका इनकार करते हैं, क्योंकि वे दृढ़ और आज्ञा ना मानने वाले हैं और किसी अच्छे काम के योग्य नहीं। അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു എങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരും ആകുന്നു. क्योंकि वे दृढ़ और आज्ञा ना मानने वाले हैं और किसी अच्छे काम के योग्य नहीं है। യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം.
याकूब की पत्री पहले अध्याय 28वां पद। എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. वहां पर दिया है याकूब की पत्री में ये वचन दिया. ബാക്കി ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നിന്റെ 1:22. पहले याकूब की पत्री पहले अध्याय 22वां पद में, परंतु वचन पर चलने वाले बनो और केवल सुनने वाले ही नहीं जो अपने आप को धोखा देता है. അവരെ കുറിച്ച് യേശു പറഞ്ഞത് എന്താണ്? വചനത്തിൽ നാം വായിക്കുന്നത് എന്റെ നാമം വൃഥാ എടുക്കരുത് എന്ന്. ये अभी याकूब ने बताया ऐसे विश्वासियों को चेतावनी दिया, मेरा नाम तेरी मुंह में जीभ में मामूली तौर पर उठाना नहीं. എല്ലാ മനുഷ്യരും പൂർണ്ണതയുള്ള പെർഫെക്റ്റ് അല്ല. सारे मनुष्य संपूर्णता में है नहीं. എന്നാൽ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ നാം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. संपूर्णता में आने के लिए प्रार्थना करते हैं, जागते हैं, पढ़ते हैं. നമ്മെ തന്നെ സമ്പൂർണമായും സമർപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. अपने आप को संपूर्णता में आने के लिए प्रार्थना करें और प्रार्थना करते ही रहे. എന്നാൽ ശരിയായ ദൈവ അനുഭവത്തിലും വിശ്വാസത്തിലും വരാത്തതായ വ്യക്തികൾ അവർ തങ്ങൾക്ക് തങ്ങളുടെ സഫിഷ്യൻസി അല്ലെങ്കിൽ സ്വയത്തെ ത്യജിക്കുവാൻ അവർ തയ്യാറല്ല. वो मसीह की वचन सच्चाई रीति पर अपनाया ग्रहण किया हुए लोग कितना कष्ट शोक भोगते हैं, मसीह की वचन में स्थिर रहते हैं, अटल रहते हैं. മനുഷ്യൻ മറ്റുള്ളവരുടെ മുഖം നോക്കുന്നു, ദൈവമോ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു. मनुष्यों ने औरों की चेहरे को देखते हैं, यीशु मसीह हमारा अंधकरण हृदय को जांच लेते हैं. കയ്യിന്റെയും ഹാബേലിന്റെയും ചരിത്രം നോക്കുമ്പോൾ കയ്യിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവന്റെ ആരാധന ദൈവം സ്വീകരിച്ചില്ല. कयीन और हाबेल की मनभावनी क्या है परमेश्वर को मालूम है, जानता है, लेकिन कयीन का हृदय दोषित है. ആകയാൽ നമുക്ക് ഒരു നാൾ ന്യായാധിപതിയായ യേശുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ, അതെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ അത് നാം ലജ്ജിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം നാം നമ്മുടെ അടിസ്ഥാനം എന്താണ് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. मैं आज सुबह ही वक्त आपकी ओर पहुंचता है, चेतावनी देता है, आदि तूफान आएगा, हमारा घर मिट्टी का ऊपर है, चट्टान पर है, ये प्रश्न के अंदर हम गिरेगा ना गिरेगा, ये वजन से परीक्षा वजन की तरफ हम रहना आवश्यकता है. നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് നാം താലോലിക്കുന്നതായ ചില പാപങ്ങൾ അത് നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. हमारा हृदय में कुछ गलत काम हमारा जीवन में होवे तो ये निकालना चाहिए, हटाना चाहिए, मसीह की सामर्थ्य में रहना चाहिए. ലോകസ്നേഹത്തെയും ആത്മപ്രശംസയെയും നിഗളത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാം. घमंड के काम हो, अहंकार के कार्य हो, निंदा के कार्य हो, हटाना हमारा मन भावनी, हमारा हृदय अच्छे मीठी अच्छे सरल हृदय होना चाहिए. നമ്മുടെ അടിസ്ഥാനങ്ങളെ പൊളിച്ച് പണിയുവാനുള്ള സമയം അത്രേ ഇത്. हमारा नेव को तोड़ डालकर नए तौर पर हम घर भवन बनाना आवश्यकता है. ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കാം. मसीह के लोग अपना जिंदगी की आदि सूक्ष्मता में परीक्षा करना चाहिए. ദൈവമക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മപരിശോധന അനിവാര്യമത്രേ. मसीह के लोग एक स्वयं अपने आप को परीक्षा करना
आवश्यकता है। ആത്മീയമായി വളരുവാൻ തക്കവണ്ണം ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. आज आत्मिक जागृति में आगे बढ़े, उन्नति में जाने के लिए प्रयत्न करें। ये वचनों से प्रभु मसीह हमें आशीर्वाद दिया करे। आमीन।